ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കിതാബു താരീഖ് 5ാം ക്ലാസ്സിന് അടുത്ത എക്സാം വരുന്നത് കിതാബു താരീഖാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്ന ഒരു ചോദ്യ പേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ മുമ്പ് റിവിഷൻ ചെയ്തിട്ടുണ്ട് താരീഖിൻ്റെ. നിങ്ങൾക്ക് 5 പാഠങ്ങളാണ് എക്സാമിന് വരുന്നത്. അപ്പോൾ അത് എല്ലാവരും ഉപകാരപ്പെടുത്തണം. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം യോജിച്ചവ ചേർക്കാനാണ്. ഇവിടുന്ന് യോജിച്ചത് ഇവിടേക്ക് എടുത്ത് എഴുതി കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ നേരെ നമ്പർ ഇടാം. 1. മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സഹാബികൾ. മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സഹാബികളാണ് മുഹാജിറുകൾ. നമ്മൾ അൻസാറുകൾ പറഞ്ഞിരുന്നു അല്ലേ? മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഹാജിറുകളെയും ഹിജ്റ വന്ന സഹാബികളെ സ്വീകരിച്ചവരാണ് അൻസാറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയോ മദീനയിലെ ആദ്യ പള്ളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി ആദ്യം നിർമ്മിച്ച പള്ളി മസ്ജിദുൽ ഖുബാ, അതാണ് അവിടെയൊക്കെ എഴുതാം. അടുത്തത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ സഹോദരൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ സഹോദരൻ ആരായിരുന്നു? മക്കയിലെ ധനികനായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ആരായിരുന്നു? മദീനയിലെ ധനികനായിരുന്ന സഅദ് ഇബ്നു റബീ ആയിരുന്നു. സഅദ് ഇബ്നു റബീ റളിയല്ലാഹു അൻഹു. അപ്പോൾ നമുക്കതിന് അവിടെയൊക്കെ എടുത്ത് എഴുതാം. അടുത്തതാ നബിയുടെ മദീനയിലെ പ്രഥമ ജുമുഅ നിസ്കാരം ബത്നുവാദിയിൽ വെച്ച് അല്ലേ? ബത്നുവാദിയിൽ വെച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ ജുമുഅ, ആദ്യത്തെ ജുമുഅ. അവിടേക്ക് എഴുതി കൊടുക്കാം. അടുത്തതാ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലം. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലം ബദറാണ്. അപ്പോൾ അതവിടേക്ക് നമുക്ക് എഴുതാം. അടുത്തത് നമുക്ക് ബദർ യുദ്ധത്തിലെ എണ്ണ വിവരങ്ങൾ എഴുതാനാണ്. മുസ്ലിങ്ങൾ എത്ര, ശത്രുക്കൾ എത്രയെന്ന്. മുസ്ലിങ്ങൾ 313. അതിൽ മരണപ്പെട്ടവർ 14 സഹാബികൾ, ശുഹദാക്കൾ. മരണപ്പെട്ടവർക്കാണ് ശുഹദാക്കൾ. ബദറിൽ മരണപ്പെട്ടവർ ശുഹദാക്കൾ. അപ്പോൾ നമുക്ക് 14 പേര്. തടവിലാക്കപ്പെട്ടവർ ഇല്ല, അപ്പോൾ അതുകൊണ്ട് അവിടെ എഴുതണ്ട. ഇനി ശത്രുക്കളിൽ എത്രയാണ്? 1000 പേര്. ശത്രുക്കൾ 1000 പേര്. അതിൽ മരണപ്പെട്ടത് 70 പേര്. തടവിലാക്കപ്പെട്ടവരും 70 പേര്. അങ്ങനെ നമുക്കവിടെ പൂർത്തിയാക്കി കൊടുക്കാം. ഇനി ഉത്തരം എഴുതാനാണ്. ബദർ യുദ്ധത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് നടത്തിയ ദുആ എന്തായിരുന്നു? അള്ളാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരാളും ഉണ്ടാവുകയില്ല. അള്ളാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരാളും ഉണ്ടാവുകയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിന് മുമ്പ് അള്ളാഹുവിനോട് നടത്തിയ ദുആ. അടുത്തത് മദീനയിലെ മതപരമായ പുരോഗതി എന്തായിരുന്നു? സുരക്ഷിതമായി ഇബാദത്തിനായി പള്ളി നിർമ്മിച്ചു. മദീനയിലെ മതപരമായ പുരോഗതി. സാമൂഹികം സാംസ്കാരികമൊക്കെയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സാംസ്കാരികം വരാം, സാമൂഹികം വരാം. മനസ്സിലാക്കണം കേട്ടോ. സുരക്ഷിതമായി ഇബാദത്തിന് പള്ളി നിർമ്മിച്ചതാണ് മദീനയിലെ മതപരമായ പുരോഗതി. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ ജൂത പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം എന്തായിരുന്നു പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയപ്പോൾ ഞാനും കാണാൻ വന്നു. അവിടുത്തെ മുഖം കണ്ടപ്പോൾ അതൊരു കളവ് പറയുന്നയാളുടെ മുഖമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇതായിരുന്നു കണ്ടത്. ജൂതനായ അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞത് മനസ്സിലാക്കണം കേട്ടോ. ഇനിയാ മസ്ജിദുൻ നബവി ഉണ്ടാക്കിയ സ്ഥലം ദാനമായി നൽകാൻ തയ്യാറായി. ആരാണ് നൽകാൻ തയ്യാറായത്? ബനൂ നജ്ജാർ ഗോത്രക്കാരാണ് മസ്ജിദുൻ നബവി ഉണ്ടാക്കിയ സ്ഥലം ദാനമായി നൽകാൻ തയ്യാറായത്. അടുത്തത് സഅദ് റളിയല്ലാഹു അൻഹു വലിയ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞ മറുപടി എന്തായിരുന്നു? അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. ഇതാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സഹോദരനോട് പറഞ്ഞത്. അടുത്തത് അൻസാറുകളായ മുസ്ലിങ്ങളുടെ പ്രധാന ഗോത്രങ്ങൾ ഏതെല്ലാമാണ്? ഔസ്, ഹസ്രജ്. ഇതാണ് അൻസാറുകളായുടെ പ്രധാന ഗോത്രങ്ങൾ. അതുപോലെ ബനു കൈനുകാ, ബനു ഖുറൈള, ബനു നളീറ, ഇത് ജൂത ഗോത്രങ്ങളാണ്. അതുപോലെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അടുത്ത ഇനി 2 എണ്ണം വീതം എഴുതാനാണ്. മദീനയിലെ പ്രധാന ജൂതഗോത്രങ്ങൾ. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്.
ബനു കൈനുകാ, ബനു ഖുറൈള്, ബനു നളീർ, ഇതാണ് ജൂതഗോത്രങ്ങൾ. 2 എഴുതാം ഇന്ന്. അടുത്തത് മദീന കരാറിൻ്റെ പ്രധാന നേട്ടങ്ങൾ. മദീന കരാറിൻ്റെ പ്രധാന നേട്ടങ്ങൾ അതൊന്ന് 2. മദീന കരാറിൻ്റെ ഉള്ളടക്കം പഠിച്ചിട്ടുണ്ട്. മദീന കരാറിൻ്റെ നേട്ടങ്ങൾ അതും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ മദീന സുരക്ഷിതത്വം നിറഞ്ഞ ഒരു സ്ഥലമായി മാറി, ഒന്നത് ഇതാ. പിന്നെ ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി, ഒന്ന് അത് എഴുതാം. ആളുകൾ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു, അതിൽ നിന്ന് 2 എഴുതാനാണ്. അടുത്തത് മുഹാജിറുകളും അൻസാറുകളും മദീനയിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പരോപകാരവും സ്നേഹവും വ്യാപിപ്പിച്ചു. പരോപകാരവും സ്നേഹവും വ്യാപിപ്പിച്ചു. എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കി. അഭയം തേടി വരുന്നവരുടെ ദാരിദ്ര്യവും വിവേചനവും ഇല്ലാതാക്കി. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് 2 എഴുതാം. ഇനിയാ മദീന കരാറിൻ്റെ പ്രത്യേകതകൾ. മദീന കരാറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മദീന കരാറിൻ്റെ പ്രത്യേകത നമ്മൾ ആ പാഠത്തിൽ മദീന കരാർ എന്ന് പറഞ്ഞിട്ട് അവസാനത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ ആദ്യത്തെ ലിഖിത സിവിൽ ഭരണഘടനയാണ് മദീന കരാർ. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സഹവർത്തിത്വവും പഠിപ്പിച്ചു. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സഹവർത്തിത്വവും പഠിപ്പിച്ചു. നീതിയും സമത്വവും പ്രോത്സാഹിപ്പിച്ചു. ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിച്ചു. ഇതൊക്കെ മദീന കരാറിൻ്റെ പ്രത്യേകതകളാണ്. ഇനി വ്യക്തമാക്കാനാണ്. അൻസാറുകൾ ആരാണ്? അൻസാറുകൾ മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സഹാബികളെ സ്വീകരിച്ച മദീനയിലെ സഹാബികളാണ്. അതായത് മുഹാജിറുകളെ സ്വീകരിച്ച മദീനയിലെ സഹാബികൾ. മുഹാജിറുകളെ സ്വീകരിച്ച മദീനയിലെ സഹാബികളാണ് അൻസാറുകൾ. അടുത്തത് തടവിലാക്കപ്പെട്ട ശത്രുക്കൾ മോചിതരായത്. ബദർ യുദ്ധത്തിലെ തടവിലാക്കപ്പെട്ട 70 പേര് അവർ മോചിതരായത് എങ്ങനെയാണ്? തടവിലാക്കപ്പെട്ടവർ ചിലർ പണം അടച്ചു മോചിതരായി. മറ്റുള്ളവർ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചും മോചിതരായി. തടവിലാക്കപ്പെട്ട ശത്രുക്കൾ മോചിതരായത്. ചിലർ പണം അടച്ച് മോചിതരായി. മറ്റുള്ളവർ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചുമാണ് മോചിതരായത്. ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. ബദർ യുദ്ധം നടന്ന മാസം ഇവിടെ നമുക്ക് ശരി അടയാളപ്പെടുത്തണം. അപ്പോൾ ബദർ യുദ്ധം നടന്ന മാസം റമളാനാണ്. റമളാൻ 17-നാണ് ബദർ യുദ്ധം നടന്നത്. അത് ശരി അടയാളപ്പെടുത്താം. ബാക്കിയുള്ളത് തെറ്റ് നൽകാം. അടുത്തതോ മദീനയുടെ ആദ്യത്തെ പേര് യസ്രിബ് എന്നാണ്. യസ്രിബ്. അപ്പം അത് ശരിയിടാം. ബാക്കിയുള്ളത് നമുക്ക് തെറ്റിടാം. അടുത്തത് ബദർ യുദ്ധം നടന്ന വർഷം. ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2-ാം വർഷമാണ്. അത് ശരിയിടാം. ബാക്കിയുള്ളത് തെറ്റിടാം. അടുത്തതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം കസ്വയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം. അപ്പം ബാക്കിയുള്ളത് നമുക്ക് തെറ്റിടാം. ഇനി പൂരിപ്പിച്ച ആശയം എഴുതാനാണ്. വജബ ഡാഷ് അലൈന, അത് പൂർത്തിയാക്കി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ അവർ ദഫ് മുട്ടി സ്വീകരിച്ചു, ബൈത്ത് ചൊല്ലിയിട്ട്. അപ്പോൾ ബൈത്തിൽ നിന്നാണ് വന്നത്. വജബ ശുക്രു അലൈന മാ ദഅ ലില്ലാഹി ദാഇൻ, അതാണ് ഇവിടെ അലൈനാണ് വന്നത്. അതുപോലെ മറ്റു ലൈനുകൾ അതിലെ തൊലാൽ ബദ്രു അലൈന മിൻ സനിയാത്തിൽ വദാഇ, അതൊക്കെ ഇതുപോലെ വന്നാൽ നമുക്ക് പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയണം. നന്നായി മനസ്സിലാക്കുക. ഇനിയാ ഇല്ലാഹുമ്മല ഇവിടെ പൂർത്തിയാക്കണം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയുടെ നിർമ്മാണത്തിനിടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ലാ ഉയ്സ ഇല്ലാ ഉയ്സുൽ ആഖിർ ഫഗ്ഫിർ ലി അൻസാരി വൽ മുഹാജിറ, അള്ളാഹുവെ പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല, അൻസാറുകൾക്കും മുഹാജിറുകൾക്കും പുറത്തു കൊടുക്കണമേ എന്ന്. അപ്പം അതിൽ അറബിയാണ് നമുക്ക് അവിടെ പൂർത്തിയാക്കി കൊടുക്കാൻ വന്നത്. അപ്പോൾ അവിടെ പൂർത്തിയാക്കാം. അടുത്തതാ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സാഹോദര്യത്തിൻ്റെ മാനദണ്ഡം ഡേഷായിരുന്നു. എന്തായിരുന്നു? അൻസാറുകളുടെയും മുഹാജിറുകളുടെയും സാഹോദര്യത്തിൻ്റെ മാനദണ്ഡം ഈമാനായിരുന്നു. അടുത്തതാ പൂരിപ്പിച്ച ആശയം എഴുതാനാണ്. അയാ അയ്യുഹന്നാസു അഫ്ഷു ഡാഷ് വഅത്ഇമുത്താമ വസിലു ഡാഷ് വസല്ലു ബില്ലൈലി വന്നാസു ഡാഷ് തദ്ഖുലു ബിസ്സലാം. അപ്പോൾ അത് ആദ്യം ഇവിടെ പൂർത്തിയാക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ആശയം ഇവിടെയൊക്കെ എഴുതണം. എന്തായിരുന്നു? യാ അയ്യുഹന്നാസു അഫ്സു സലാമ വഅത്ഇമുത്താമ വസിലുൽ അർഹാമ വസല്ലു ബിസ്ലൈലി വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസ്സലാമീൻ. അതാണ്, ഓ ജനങ്ങളെ സലാം വ്യാപിപ്പിക്കുക, ദരിദ്രർക്ക് ഭക്ഷണം നൽകുക, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക,
രാത്രിയിൽ ജനങ്ങൾ ഉറക്കത്തിലായിരിക്കെ നിങ്ങൾ നിസ്കരിക്കുക, എങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാം. അത് പൂർത്തിയാക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ ഇത്രയാണ് ഈ മോഡൽ ചോദ്യ പേപ്പറിലുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. എല്ലാവരും ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ചോദ്യ പേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.